ഗർഭകാലത്ത് നമ്മുടെ സ്കിന്നിന് ഒരു പ്രത്യേക കരുതൽ വേണം. പക്ഷേ നമുക്കിങ്ങനെ എല്ലാ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഒന്നും ആ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്തിട്ടുള്ള നാല് പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നെതേഴ്സ് ഇൻസൈറ്റ്സ്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കിൻ പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കധികം വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു ഡിസ്ക്ലെയിമർ അതിനു മുമ്പ് പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ സ്കിന്ന് പോലെയല്ല വേറൊരാളുടെ സ്കിന്ന്. എനിക്ക് പറ്റുന്നതാവില്ല ചിലപ്പോൾ വേറൊരാൾക്ക് പറ്റുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണിയിൽ മുഴുവനും ഉടനീളം ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഈവൻ അതൊരു ലിപ് ബാം ആണെങ്കിൽ കൂടിയും അത് ഞാൻ ഡോക്ടറുടെ പെർമിഷനോട് കൂടി മാത്രമാണ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറ്. അത് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണിയിൽ ഞാൻ അത്രയും വിശ്വസിച്ച് യൂസ് ചെയ്തിരുന്ന 4 പ്രൊഡക്ട്സ് ആണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കൊരു 4-5 മാസം വരെ എനിക്ക് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഒന്നിൻ്റെയും സ്മെല്ല് പറ്റില്ലായിരുന്നു. ഒരു 4 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിന്ന് ശ്രദ്ധിക്കാണ്ടായി, ഹെയർ ശ്രദ്ധിക്കാണ്ടായപ്പോൾ നല്ലപോലെ ഹെയർ ലോസ് വന്നു. അതുപോലെ തന്നെ സ്കിന്നിന് നല്ല പോലെ കുരുക്കൾ വന്നു തുടങ്ങി. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ ഒരു 4-5 മാസമൊക്കെ ആവുമ്പോൾ, അല്ലെങ്കിൽ ചിലവർക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ടേ മുഖത്ത് ഭയങ്കരമായിട്ട് കുരുവിൻ്റെ പ്രശ്നം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് സാധാരണ പോലെ അല്ല എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ വികൃതമാവുന്ന രീതിയിലുള്ള കുരുക്കളൊക്കെ വന്ന് നിറയും, നമുക്ക് ഇച്ചിങ് വരും. അങ്ങനെ കാരണം നമ്മൾ ശ്രദ്ധിക്കണില്ല, നമ്മുടെ സ്കിന്ന് ശ്രദ്ധിക്കണില്ല. അങ്ങനെയൊക്കെ ഫേസ് വാഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലും കാനഡയിലായതുകൊണ്ട് ഇവിടുത്തെ ഒരു ബ്രാൻഡ് ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഫുള്ള് ഹിമാലയയുടെ ഒരു ബ്രാൻഡായിരുന്നു. അപ്പോൾ ഇവിടെ ആ ഒരു ടൈമിൽ അത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു ബ്രാൻഡ് യൂസ് ചെയ്തിരുന്നു. പക്ഷെ അത് മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ആ ഒരു പ്രഗ്നൻസി ജേർണിയിൽ ഞാൻ വിശ്വസിച്ച് ഉപയോഗിച്ചതിൽ ഏറ്റവും ഫസ്റ്റ് ഈ ഒരു വാസ്ലിൻ്റെ കൊക്കോ ഫ്ലേവറാണ്. എന്താ പറയുക, എൻ്റെ സ്കിന്നൊക്കെ ആ സമയത്ത് ഞാൻ ശ്രദ്ധിക്കാതെ ആയപ്പോൾ സ്കിന്ന് ഭയങ്കരമായിട്ട് കുരുക്കൾ വരാനും സ്കിന്നൊക്കെ വലിഞ്ഞു തുടങ്ങി. അത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരുപാട് സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും സ്കിന്ന് വലിച്ചൽ, സ്കിന്നിൽ ഈ കുരുക്കൾ വരുന്നതൊക്കെ. അപ്പോൾ എന്താ പറയുക, ആ ഒരു സമയത്ത് എൻ്റെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ വാസ്ലിൻ്റെ ഈ ഒരു കൊക്കോ. ഇത് തന്നെ ആവണമെന്നില്ല, അത് ഞാൻ കൊക്കോൻ്റെ ഫ്ലേവറാണ് എനിക്കിഷ്ടം. ഏത് ബ്രാൻഡ് വാസ്ലിൻ്റെ ആണെങ്കിലും ലോഷനും അതുപോലെ തന്നെ എന്ത് തന്നെ ആയാലും വാസ്ലിൻ്റെ ബ്രാൻഡ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു എന്താ പറയുക, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തൊരു ബ്രാൻഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പെട്രോളിയം ജെല്ലി, ഇത് എല്ലാവരുടെ കയ്യിലുണ്ടാവുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മളുടെ വയറിൽ ഉണ്ടാവുന്ന ആ ഒരു നമുക്ക് ഇച്ചിങ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ചൊറിയുമ്പോൾ എന്താ ഉണ്ടാവുക, സ്വാഭാവികമായിട്ട് അവിടെ ആ ഒരു പാടുകളൊക്കെ വരും. ആ പാടുകളൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഡെയിലി നമ്മുടെ വയറിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത് വാസ്ലിൻ്റെ ഈ ഒരു പെട്രോളിയം ജെല്ലി. ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടതിന് ശേഷം പിന്നെ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ വയറിൽ അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കാർസൊക്കെ പിന്നീട് ഉണ്ടാവില്ല, ആ ഒരു പാടുകളും കാര്യങ്ങളൊന്നും പിന്നീട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു 4-5 മാസം ആവുമ്പോഴത്തേനും നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇച്ചിങ് വരും. അതുകൊണ്ട് അത് വരുന്നത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ ഈ വാസ്ലിൻ രാവിലെയും വൈകുന്നേരം കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഈ വാസ്ലിൻ പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് കോക്കനട്ട് ഓയിലാണ്. ഇത് നിങ്ങൾ വയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്കാർസ്, ഈ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഈ പാടുകൾ വയറിൽ, നമുക്ക് ഇച്ചിങ് വരുമ്പോൾ നമ്മൾ മാന്തുന്നതാണ്. പക്ഷെ അത് വരുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പ്രിക്കോഷനായിട്ട് എടുക്കേണ്ട 2 സംഭവങ്ങളാണ് ഈ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ഈ വാസ്ലിൻ പെട്രോളിയം ജെല്ലിയും. ഇതോ ലോഷനോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളത് തേക്കുന്നത് വളരെ ബെസ്റ്റായിരിക്കും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതിൽ എൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് 2023 മുതൽ ഞാൻ ചേഞ്ച് ചെയ്യാതെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സെറ്റഫിലിൻ്റെ ബോഡി ലോഷൻ. ഇതിപ്പോൾ ലോഷനാണ്, ലോഷൻ ആവട്ടെ ക്രീം ആവട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ്, സെറ്റഫിലിൻ്റെ ബ്രാൻഡ് എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ കുഞ്ഞിനും ഇപ്പോൾ സെറ്റഫിലിൻ്റെ ബേബി ലോഷൻ, ക്രീം അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സെറ്റഫിലിൻ്റെ തന്നെ ബേബീസിൻ്റെ ഉണ്ട്, ആ പ്രൊഡക്റ്റാണ് ഞാൻ എൻ്റെ കുഞ്ഞിനും ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് അത്രയും ട്രസ്റ്റാണ് ഈ ഒരു സെറ്റഫിലിൻ്റെ ബ്രാൻഡ്.
അപ്പോൾ ഈ 4 പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ എൻ്റെ ഗർഭകാലത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അത് അത്രയും വിശ്വസിച്ച് ഞാൻ യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒന്നാമത് ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു യാതൊരു പ്രശ്നമില്ല. കാരണം നമ്മൾ ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പ്രസവം കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്ന് ഒരു വിധമാവും, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ കൊഴിഞ്ഞു തുടങ്ങും. പിന്നെ ഞാൻ എൻ്റെ ഒരു ടിപ്പ് പറഞ്ഞുതരാം, ഡെയിലി എണ്ണ തേച്ച് കുളിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അതിപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് എൻ്റെ മമ്മി എനിക്ക് 9 മാസം ഉള്ളപ്പോഴാണ് ഇവിടെ വന്നത്. അപ്പോൾ അത്രയും മമ്മിയുടെ കെയർ എനിക്ക് കുറച്ചാണ് കിട്ടിയിട്ടുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് ഛർദ്ദിച്ച് അവശയായിട്ട് കിടക്കുന്ന സമയത്തൊക്കെ നമുക്കങ്ങനെ ഡെയിലി എണ്ണ തേച്ച് കുളിക്കാനെന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് 4-5 മാസം കഴിഞ്ഞപ്പോൾ ഓവറായിട്ടുള്ള വോമിറ്റിങ് കുറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്കിന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ ഒരു കാര്യം, ആദ്യത്തെ ഒരു 3-4 മാസം എനിക്ക് ഒന്നിൻ്റെയും സ്മെല്ല് പറ്റില്ലായിരുന്നു. സോപ്പിൻ്റെ സ്മെല്ല് പറ്റില്ല, പേസ്റ്റിൻ്റെ സ്മെല്ല്, എനിക്ക് നോസിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, ഒന്നിൻ്റെ സ്മെല്ലും പറ്റില്ലായിരുന്നു. അപ്പോൾ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങി, എൻ്റെ മുടി പോയി, എൻ്റെ സ്കിന്നും പോയി. അപ്പോൾ പിന്നെ ഞാൻ ഇനി പ്രസവം കഴിയുമ്പോഴേക്കും ഒരു വിധമാവും എൻ്റെ സ്കിന്നും ഹെയറും എന്ന് ഞാൻ ഉറപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ സ്കിന്ന് ഞാൻ കെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, എൻ്റെ കയ്യിൽ ഒതുങ്ങാവുന്ന ഈ ഒരു 4 പ്രൊഡക്റ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചു ഈ ഒരു ടൈമിൽ ഏതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ്. ഇതല്ലാതെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം അതിനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒന്നിൻ്റെ സ്മെല്ല് പറ്റില്ലായിരുന്നു. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ സെറ്റഫിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന് വലിയ സ്മെല്ലില്ലാത്തൊരു സംഭവമാണ്. വാസ്ലിനും നിങ്ങൾക്കറിയാം എത്രത്തോളം സ്മെല്ലുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതൊരു ചോക്ലേറ്റിൻ്റെ സ്മെല്ലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കോക്കനട്ട് ഓയിൽ അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്കിതൊന്നും ഹാംഫുള്ളല്ല. നമ്മളുടെ ഹെൽത്തിന് ഹാംഫുള്ളായിട്ടുള്ള ഒന്നും ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എൻ്റെ സ്കിന്നിന് ഇത് ഓക്കെയാണ്, വേറൊരാളുടെ സ്കിന്നിന് ഓക്കെ ആവണമെന്നില്ല. എല്ലാവർക്കും ഓക്കെ ആവുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ആരും മറക്കരുത്. കാരണം നമ്മൾ ഈ വയറിൻ്റെ സൈഡിൽ, അതുപോലെ വയറിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ഇച്ചിങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അടിവയറ്റിലൊക്കെ നമ്മൾ ഉറക്കത്തിലൊക്കെ ചിലപ്പോൾ അത് മാന്തുമായിരിക്കും. അതിന് മുമ്പേ നിങ്ങൾ എടുക്കേണ്ട പ്രിക്കോഷനാണ്. ഞാൻ കിടക്കുന്നതിന് മുമ്പൊക്കെ ഈ ഒരു കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് ഞാൻ ക്രീം പോലെയാണ് വാരി തേച്ചിട്ടുണ്ടായിരുന്നത്. ഇതുണ്ടല്ലോ, ഈ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ഇവിടെ നല്ല കട്ടയായിട്ടാണ് ഈ സംഭവം ഇരിക്കുന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞിനിപ്പോൾ 9 മാസമായി, ഇപ്പോഴും കണ്ടിന്യൂസ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടും എനിക്കുണ്ട്. കാരണം ഞാൻ പ്രസവം കഴിഞ്ഞൊരു 4 മാസം ആയപ്പോഴത്തേനും എൻ്റെ ഈ ഭാഗത്തെ ഹെയർ ഫുള്ള് പോയായിരുന്നു. ഇത്രയും ഭാഗം മുഴുവനും ഹെയർ ലോസ് ആയിരുന്നു. എൻ്റെ മമ്മി ഉണ്ടായിരുന്നു ആ സമയത്ത്. എൻ്റെ മമ്മി പണ്ട് പറയാറുണ്ടായിരുന്നു കോക്കനട്ട് ഓയിലിനേക്കാളും ഗുണമുള്ള വേറെ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ കേട്ടിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് അമ്മ പറഞ്ഞതാണ് ശരിയെന്ന്. എന്താ പറയുക, പിന്നെ ഞാനിത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇവിടെ കുറേ ബേബി ഹെയർസ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും ബേബി ഹെയർസ് വന്നു. ഇതൊക്കെ ഈ ഒരു കോക്കനട്ട് ഓയിൽ തേച്ചിട്ടാണ്. എന്താ പറയുക, ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരിക്കലും നമ്മുടെ ഹെൽത്തിന് ഹാംഫുൾ അല്ലാത്തൊരു സംഭവമാണ് കോക്കനട്ട് ഓയിൽ. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് കോസ്മെറ്റിക്സ് ഒന്നും ഞാൻ ആ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക. നമുക്ക് ഇച്ചിങ് മൂലം ഉണ്ടാവുന്ന നമ്മുടെ വയറിലുള്ള ഈ സ്ട്രെച്ച് മാർക്സ് ഒക്കെ വരാതിരിക്കാനായിട്ട് പ്രകൃതിദത്തമായ മാർഗമാണ് എന്നറിയപ്പെടുന്നതാണ് ഇത്. കുളിക്കുന്നതിന് മുമ്പുള്ള മസാജും കുളിച്ച് കഴിഞ്ഞതിന് ശേഷവുമുള്ള കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുന്ന വഴി നമുക്ക് ഈ സ്ട്രെച്ച് മാർക്സിന് ഒരു പരിധി വരെ തടയാൻ പറ്റും. ഞാനിത് സീരിയസ്ലി എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. സ്ട്രെച്ച് മാർക്സ് വരാതിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് ഈ കോക്കനട്ട് ഓയിൽ മസാജ്. അത് മാത്രമല്ല, നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് എപ്പോഴും മസാജ് ചെയ്ത്, ഇപ്പം നിങ്ങൾ ഓയിൽ മസാജ് ചെയ്ത് കുളിക്കാനാണെങ്കിലും ഒരു 15 മിനിറ്റ് ഓയിൽ മസാജ് ചെയ്ത് നമ്മുടെ മൈൻഡും ബോഡിയും ഒന്ന് റിഫ്രഷ് ആവും അങ്ങനെ കുളിക്കുമ്പോൾ, അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്ത് കുളിക്കുമ്പോഴായാലും നമുക്ക് പ്രത്യേകിച്ച് ഒരു 7 മാസത്തിന് ശേഷം അങ്ങനെയുള്ള ഓയിൽ മസാജ് ബാത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിനും ശരീരത്തിനും ഭയങ്കര കാംനെസ് തരുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ അടുത്തൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെയും ടാറ്റ ബൈ ബൈ, സീ യു.